ഇറാന്റെ ഒരു ദീർഘദൂര മിസൈലിലെ വാർഹെഡിൽ എഴുതിയ ഒരു വാചകമാണ് ഇപ്പോൾ യുദ്ധമുഖത്തെ വലിയ ചർച്ചാ വിഷയം. അതിങ്ങനെയാണ്: എപ്സ്റ്റീൻ ദ്വീപിലെ ഇരകളുടെ സ്മരണക്കായി എന്നായിരുന്നു ആ വാചകം. ഒരു മിസൈൽ കൊണ്ട് യുദ്ധം ജയിക്കാം, പക്ഷേ ഒരു രഹസ്യം കൊണ്ട് ഒരു രാജ്യത്തെ തന്നെ തകർക്കാം. അമേരിക്കയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഈ ഒരു വാചകം വളരെ വലിയ ചർച്ചയാക്കി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഒരു ചിത്രം ഇപ്പോൾ ലോകത്തെ ആകെ അമ്പരപ്പിക്കുകയും ചെയ്തു. വെറുമൊരു മിസൈൽ പരീക്ഷണമല്ല ഇത്. അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ഒരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണ് ഇറാൻ ഇവിടെ തുടങ്ങി വച്ചിരിക്കുന്നത്. എന്താണ് എപ്സ്റ്റീൻ ഫയലുകളും പശ്ചിമേഷ്യൻ യുദ്ധവും തമ്മിലുള്ള ബന്ധം? ട്രംപിനെ ഇറാൻ ഭയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ജാഫ്രി എപ്സ്റ്റീൻ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സെക്സ് ട്രാക്കിംഗ് റാക്കറ്റിൻ്റെ സൂത്രധാരൻ. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആ നിഗൂഢ ദ്വീപിൽ പോയവരുടെ ലിസ്റ്റിൽ അമേരിക്കയിലെ വമ്പൻ രാഷ്ട്രീയക്കാരും ശതകോടീശ്വരന്മാരുമുണ്ട്. അതിൽ ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉൾപ്പെട്ടു. 10-11 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പോലും ആ പീഡനദ്വീപിൽ കൊണ്ടുവന്ന് ഭയപ്പെടുത്തി ക്രൂരമായി പീഡിപ്പിക്കുന്ന ക്രൂര വിനോദം. ആ ലിസ്റ്റിലെ പേരുകൾ പുറത്തു വന്നത് അമേരിക്കൻ ഉന്നതർക്ക് എന്നും പേടി സ്വപ്നമാണ്. ഇപ്പോൾ ഇറാൻ ആ മുറിവിൽ തന്നെയാണ് കുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ മനുഷ്യാവകാശവാദങ്ങളെ പരിഹസിച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ കുറ്റവാളികളെയും ഇരകളെയും നോക്കൂ എന്നാണ് ഇറാൻ ആ മിസൈലിലൂടെ പറയുന്നത്. ഞങ്ങളുടെ പക്കൽ നിങ്ങളുടെ ആയുധങ്ങളെ നേരിടാൻ മിസൈലുകൾ മാത്രമല്ല, നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ തന്നെ രഹസ്യങ്ങളുമുണ്ട് എന്ന കൃത്യമായ ഭീഷണിയും ഇറാൻ മുഴക്കുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിലെ തകർച്ച എന്നതിനപ്പുറം അഭിമാനത്തിന്മേലുള്ള ക്ഷതം കൂടിയാണ്. രാഷ്ട്രീയമായും മനുഷ്യാവകാശപരമായും സാമൂഹികമായും അമേരിക്കക്ക് ഉത്തരം നൽകേണ്ടി വരും. അമേരിക്കയിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. യുദ്ധം നിർത്താൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ബുദ്ധിജീവികൾ ട്രംപിന് സൂചന നൽകി കഴിഞ്ഞു. എന്നാൽ എപ്സ്റ്റീൻ ഫയൽ ഭീതി ചർച്ചയാവാതിരിക്കാൻ യുദ്ധം തുടരണമെന്ന് ട്രംപ് ആലോചിക്കുന്നു. യുദ്ധം തീർന്നാൽ അതിലും വലിയ യുദ്ധമായി എപ്സ്റ്റീൻ ഫയൽ മാറും. അതാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതും. യുദ്ധം വെറുമൊരു ആയുധ പോരാട്ടമല്ല, അതൊരു ബുദ്ധിപരമായ കളി കൂടിയാണ്. ശത്രുവിൻ്റെ നെഞ്ചിലേക്ക് മിസൈൽ അയക്കുന്നതിനേക്കാൾ വലിയ ആഘാതം അവരുടെ രഹസ്യങ്ങൾ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്നതിലൂടെ സൃഷ്ടിക്കാൻ കഴിയും. ഇറാൻ ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ലോകത്തിന് മുന്നിൽ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് മനുഷ്യാവകാശവും നീതിയും. എന്നാൽ ജെഫ്രി എപ്സ്റ്റീൻ എന്ന ശതകോടീശ്വരൻ്റെ ദ്വീപിൽ നടന്ന അതിക്രമങ്ങളും അതിൽ ഉൾപ്പെട്ട അമേരിക്കൻ ഉന്നതരുടെ പേരുകളും ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കറുത്ത പാടാണ്. ലോകത്തെ പഠിപ്പിക്കാൻ വരുന്നവർ സ്വന്തം വീട്ടിലെ അഴുക്ക് നോക്കൂ എന്ന പരിഹാസത്തിലൂടെ അമേരിക്കൻ സൈനികരിലും ഉദ്യോഗസ്ഥരിലും ഒരു തരം കുറ്റബോധവും അപകർഷതാബോധവും ഉണ്ടാക്കുകയാണ് ഇറാന്റെ തന്ത്രം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ശത്രുവിനെ ധാർമ്മികമായി പ്രതിരോധത്തിലാക്കുന്ന അതിശക്തമായ നീക്കം. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്ക ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഇത്തരം പ്രകോപനപരമായ സന്ദേശങ്ങളിലൂടെ ആഗോള ശ്രദ്ധ തിരിക്കാൻ ഇറാന് കഴിയുന്നു. അമേരിക്കയുടെ മനുഷ്യാവകാശ വാദങ്ങളിലെ കാപട്യം ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ എപ്സ്റ്റീൻ വിവാദം അവർക്ക് മികച്ചൊരു ആയുധമായി മാറുന്നു. ആയുധങ്ങൾ ഉത്തര കൊറിയയിൽ നിന്നും സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും കടമെടുക്കുമ്പോഴും പ്രൊപ്പഗണ്ട എന്ന ആയുധം ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഇവിടെ ഇറാന്റെ മിസൈൽ ശേഖരം ഇന്ന് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അത്തരത്തിലുള്ളൊരു മിസൈലിലാണ് ഈ വാചകം എന്നതും ശ്രദ്ധേയമാണ്. 2000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഹൈബർ മിസൈലുകളും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലായ ഫത്താഹുമെല്ലാം ഇറാന്റെ കരുത്തുറ്റ കുന്തമുനകളാണ്. ഇതിനും പുറമെയാണ് റഷ്യയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും ലഭിക്കുന്ന സാങ്കേതിക സഹായങ്ങൾ. വെറുമൊരു പ്രൊപ്പഗണ്ട മാത്രമല്ല, അത്യാധുനികമായ കൃത്യതയോടെ ലക്ഷ്യസ്ഥാനം തകർക്കാൻ ഇറാന് സാധിക്കും. ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല, വിവരങ്ങൾ കൊണ്ടും യുദ്ധം ജയിക്കാമെന്ന് ഇറാൻ തെളിയിക്കുന്നു. അമേരിക്കയുടെ ഈ കറുത്ത അധ്യായം ഇറാൻ വീണ്ടും തുറക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ആര് ജയിക്കും? യുദ്ധക്കളത്തിലെ മിസൈലുകളാണോ അതോ രഹസ്യ ഫയലുകളാണോ ലോകഗതി നിശ്ചയിക്കുക?